പ്രേതങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ ആത്മാവിനെക്കുറിച്ച് അതിനെക്കുറിച്ച് മാത്രമാണ് യഥാർത്ഥത്തിൽ വേദങ്ങളിൽ പറയുന്നത്. മറ്റൊരാളെ ഉപദ്രവിക്കുന്ന രീതിയിലേക്ക് അല്ലെങ്കിൽ മറ്റൊരാൾക്ക് ദോഷം ചെയ്യുന്ന രീതിയിലേക്ക് ഒരു ആത്മാവ് മാറുമ്പോഴാണ് അതിനെ പ്രേതം അങ്ങനെ വിളിക്കുന്നത്. കാരണം അതിന് രൂപമില്ല. ശ്രീഭദ്രകാളി ഭഗവതിയെ നമ്മുടെ ലളിതാ സഹസ്രനാമത്തിൽ പ്രേതരൂപിണിയായിട്ട് പറയുന്നുണ്ട്. സ്വാമി, ഈ വേദങ്ങളിലോ മറ്റെവിടെയെങ്കിലും പ്രേതങ്ങളെ പറ്റിയോ അല്ലെങ്കിൽ ആത്മാക്കളെ പറ്റിയോ എന്തെങ്കിലും പറയുന്നുണ്ടോ? അങ്ങനെ എന്തെങ്കിലും ശാസ്ത്രങ്ങൾ നമ്മുടെ സമൂഹത്തിലുണ്ടോ? അതായത് പഴയ കാലം തൊട്ടേ നമ്മൾ കേട്ടുവരുന്നതാണ് പ്രേതം, ഭൂതം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. ഇതുമായി ബന്ധപ്പെട്ട് നമ്മുടെ ആചാരങ്ങളിലോ അല്ലെങ്കിൽ ഉപനിഷത്തുകളിലോ ഗ്രന്ഥങ്ങളിലോ എവിടെയെങ്കിലും പറയപ്പെടുന്നുണ്ടോ? പ്രേതങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ ആത്മാവിനെക്കുറിച്ച് അതിനെക്കുറിച്ച് മാത്രമാണ് യഥാർത്ഥത്തിൽ വേദങ്ങളിൽ പറയുന്നത്, ഉപനിഷത്തുക്കളിലും പറയുന്നത്. കാരണം വേദങ്ങൾ ഏതെടുത്ത് നോക്കിയാലും ആത്മപരമാത്മ തത്വമാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പോൾ ആത്മാവെന്ന വിഷയം അത് വളരെ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മുടെ ഉപനിഷത്തുക്കളിലും ആത്മോപനിഷത്ത് എന്ന് പറഞ്ഞ ഒരു ഉപനിഷത്ത് തന്നെ നമുക്കുണ്ട്. അപ്പോൾ ആ ഉപനിഷത്തുകൾ വായിച്ച് നോക്കിയാൽ അറിയാം, അതിൽ ഒരു മനുഷ്യൻ്റെ ശരീരത്തിനുള്ളിൽ കുടികൊള്ളുന്ന പരമാത്മാവ്, ആ മനുഷ്യൻ്റെ ആത്മാവ്, ഇത് രണ്ടും ചേർന്ന് ഒരേ ചിന്തയായി ഒന്നായി ലയിച്ച് അതായി ജീവിച്ച് അത് ഒന്നിച്ചു പോകുന്ന ആ ഒരു സാഹചര്യത്തിലേക്ക് കൊണ്ടുവരുന്ന സാഹചര്യം. പിന്നെ രണ്ടാമത്, പുരാണ കഥകളിലാണ് പ്രേതങ്ങളെക്കുറിച്ച് സൂചിപ്പിക്കുന്നത്. നമ്മുടെ രാമായണത്തിൽ തന്നെ, വാൽമീകി രാമായണത്തിൽ വളരെ വ്യക്തമായി സൂചിപ്പിച്ചിട്ടുണ്ട്. ഇപ്പം എൻ്റെ ഫേസ്ബുക്കിൽ ഞാൻ വാൽമീകി രാമായണം മൂലം സംസ്കൃത ഗ്രന്ഥമുണ്ട്, അതിൻ്റെ മലയാളം ഞാൻ പരിഭാഷപ്പെടുത്തി അത് കഥാരൂപേണ ഞാനിപ്പോൾ അവതരിപ്പിക്കുന്നുണ്ട്, എഴുതി അയക്കുന്നുണ്ട്. അപ്പോൾ ഞാനത് നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പേര് എനിക്ക് ഓർമ്മയില്ല. ഒരു മഹർഷി, അദ്ദേഹം ഇതിനു മുൻപൊരിക്കൽ ഒരു രാജാവായിരുന്നു. ആ കാലഘട്ടങ്ങളിൽ അദ്ദേഹം ചെയ്ത അരുതായ്മകൾ കൊണ്ട് അദ്ദേഹത്തെ, രാജകുമാരനായിരുന്നു, അങ്ങനെ രാജ്യത്ത് നിന്ന് പുറത്താക്കപ്പെട്ടതിന് ശേഷം അദ്ദേഹം കാട്ടിലെത്തി. അങ്ങനെ ഒരു കാട്ടുവാസിയായി മാംസവും ഇതൊക്കെ ഭക്ഷിച്ച് വളരെ മോശമായ ജീവിതം നയിച്ച് ഹത്യകളൊക്കെ ചെയ്ത്, സ്ത്രീഹത്യ അടക്കം ചെയ്ത് അങ്ങനെ ജീവിച്ച ഒരു വ്യക്തി ഒടുവിൽ ഒരു മഹർഷിയുടെ, ഒരു മഹാനായ മഹർഷിയുടെ ദൂരയാത്രയ്ക്ക് അദ്ദേഹം പോയപ്പോൾ അദ്ദേഹം കാട്ടിൽ ആക്കിയിട്ട് പോയ പത്നിയെയും, മഹർഷിയുടെ പത്നിയെയും കുഞ്ഞുങ്ങളെയും അവർ കാട്ടിൽ വളരെ ദാരിദ്ര്യമുണ്ടാകുന്ന, ഉണക്കൊക്കെ വന്ന് വൃക്ഷങ്ങളെല്ലാം ഉണങ്ങി ഫലങ്ങളൊന്നുമില്ലാതെ കഴിക്കാൻ ആഹാരവും കുടിക്കാൻ വെള്ളവുമില്ലാതെ കഴിയുന്ന സാഹചര്യത്തിൽ അവർക്ക് ഇദ്ദേഹം ആഹാരം എത്തിച്ചു കൊടുത്ത്, കാരണം അവർക്ക് പച്ചക്കറി ആഹാരമേ അവർ കഴിക്കുകയുള്ളൂ, പക്ഷെ ഇദ്ദേഹം മാംസാഹാരമാണ്. അദ്ദേഹം മൃഗങ്ങളെ പിടിച്ച് വേട്ടയാടി അവിടെ അടുത്തുള്ള പട്ടണത്തിൽ കൊണ്ടുപോയി കൊടുത്ത് ഇവർക്കുള്ള ആഹാരം വാങ്ങി കൊണ്ടു കൊടുക്കുന്ന ഒരു അവസ്ഥയിലേക്ക് ഇദ്ദേഹത്തിൻ്റെ മനസ്സിനൊരു മാറ്റം വന്നു. അങ്ങനെ വന്ന് ഇവരെ സംരക്ഷിച്ച് ഇദ്ദേഹം പോന്നു കഴിഞ്ഞതിന് ശേഷം ഈ മഹർഷി തിരിച്ചെത്തിയപ്പോൾ ഇവിടുത്തെ സംരക്ഷിച്ച ആളെ അന്വേഷിച്ച് കഴിഞ്ഞപ്പോഴാണ് അദ്ദേഹത്തിന് മനസ്സിലായത്. അങ്ങനെ അദ്ദേഹത്തിന് വീണ്ടും തിരിച്ച് ഒരു മഹർഷിയുടെ രൂപത്തിലേക്ക് തന്നെ ഇദ്ദേഹത്തിന് വരാൻ സാധിച്ചു. അങ്ങനെ വരുന്ന സമയത്താണ് ഇദ്ദേഹം തപസ്സനുഷ്ഠിക്കാൻ പോകുമ്പോൾ പറയപ്പെടുന്നത്, നിൻ്റെ പിതൃക്കൾ ഇവിടെ മരത്തിൽ തൂങ്ങിക്കിടക്കുമ്പോൾ നിനക്കെങ്ങനെ സന്യസിക്കാൻ സാധിക്കും എന്ന് ചോദിക്കുന്നത്. ആരാണത് ചോദിക്കുന്നത്? പരമാത്മാവ് ചോദിക്കുന്നത്. അപ്പോൾ അവർക്ക് മോക്ഷം കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം?
തർപ്പണം ചെയ്യാൻ, ഇവർക്ക് മോക്ഷം കിട്ടണമെങ്കിൽ ബലിതർപ്പണാദി ക്രിയകൾ ചെയ്യണം. അത് ചെയ്യാൻ നിനക്ക് തലമുറകളില്ലല്ലോ, ആകെയുള്ള ഒരു പരമ്പര നീയാണ്, അതുകൊണ്ട് നീ വിവാഹം കഴിക്കണം. അങ്ങനെ അദ്ദേഹം വിവാഹം കഴിച്ച് സന്തതി പരമ്പരകളെ ജനിപ്പിച്ച് അവരെ കൊണ്ട് ഈ പിതൃക്കൾക്ക് തർപ്പണം ചെയ്യിപ്പിച്ച്, പിതാക്കൾക്ക് തർപ്പണം ചെയ്യിപ്പിച്ച് അവർക്ക് മോക്ഷം കൊടുത്തതിന് ശേഷമാണ് ഇദ്ദേഹം വീണ്ടും സന്യാസപദത്തിലേക്ക് മടങ്ങിപ്പോയത്. അപ്പോൾ അത് പ്രേതങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. ഈ നമ്മുടെയൊക്കെ ഒരു കൺസെപ്റ്റ് അനുസരിച്ച് ഒരു പ്രേതം എന്ന് പറയുന്നത് ഒരു ആത്മാവ് നെഗറ്റിവിറ്റി, അതായത് മറ്റൊരാളെ ഉപദ്രവിക്കുന്ന രീതിയിലേക്ക് അല്ലെങ്കിൽ മറ്റൊരാൾക്ക് ദോഷം ചെയ്യുന്ന രീതിയിലേക്ക് ഒരു ആത്മാവ് മാറുമ്പോഴാണ് അതിനെ പ്രേതം അങ്ങനെ വിളിക്കുന്നത്. അത് ശരിയാണോ? പ്രേതം എന്നത് നമ്മൾ എപ്പോഴും നെഗറ്റീവിനെയാണ് കാണുന്നത്. പോസിറ്റീവായിട്ടൊരു പ്രേതത്തെ നമ്മൾ കണ്ടിട്ടില്ല. ഒരു സ്ഥലത്ത് സിനിമയിൽ പോലും നമ്മൾ കണ്ടിട്ടില്ല. സീരിയലിലാണെങ്കിലും കോമഡിക്കാർ പോലും പ്രേതത്തെ വെള്ള സാരി ചുറ്റിയ രണ്ട് കൊമ്പലൊക്കെ വെച്ചിട്ടുള്ളവരെയാണ്, ഉപദ്രവകാരികളായിട്ടുള്ളവരെയൊക്കെയാണ് കാണിക്കുന്നത്. യഥാർത്ഥത്തിൽ പ്രേതമുള്ളത് നമ്മളിലെ അരുതായികയാണ്. നമ്മളിൽ നിന്ന് വിട്ടുപോകാൻ പറ്റാതെ പറ്റിപ്പിടിച്ചിരിക്കുന്ന ഒരു ജടിലമായ വികാരമാണ് പ്രേതം. അങ്ങനെയാണ് നമ്മൾക്ക് കാണാൻ കഴിയുന്നത്. കാരണം മോശമായ ചിന്തകളിലേക്ക് നമ്മളെ നയിക്കുക, മറ്റൊരാൾ നന്നാവുന്നതിനെതിരെ പ്രവർത്തിക്കുക, സത്യം എന്താണെന്നറിയാതെ പ്രതികരിക്കുക, ഇതൊക്കെയാണ് പ്രേതപരമായ ചിന്ത. കാരണം അതിന് രൂപമില്ല, എവിടെയും പ്രവർത്തിക്കുന്ന ഒന്നാണ് പ്രേതം. കാരണം പ്രേതത്തെ നേരിട്ട് കണ്ടവർ ആരുമില്ല. നമ്മളൊക്കെ ഒരു സാങ്കല്പിക കഥാപാത്രങ്ങളായിട്ടാണ് പ്രേതത്തെ വെച്ചിരിക്കുന്നത്. വേതാളം പ്രേതത്തെ ഒരുപാട് കണ്ടതായിട്ട് പറയപ്പെടുന്നുണ്ട്, പുരാണങ്ങളിൽ പറയുന്നുണ്ട്. ശ്രീഭദ്രകാളി ഭഗവതിയെ നമ്മുടെ ലളിതാ സഹസ്രനാമത്തിൽ പ്രേതരൂപിണിയായിട്ട് പറയുന്നുണ്ട്. ആ ഘോരരൂപത്തെയാണ് പ്രേതരൂപമായിട്ട് സങ്കല്പിക്കുന്നത്. ഘോരരൂപത്തെയാണ് പ്രേതരൂപമായിട്ട് കാണുന്നത്, സങ്കല്പിക്കുന്നത്. അങ്ങ് ഇപ്പോൾ ഒരു സന്യാസിയല്ലേ, അപ്പം ഞാൻ കേട്ടിട്ടുണ്ട് ഇങ്ങനെ ധ്യാനത്തിലൊക്കെ ഇരിക്കുമ്പോൾ ഒരുപാട് ആത്മാക്കളൊക്കെ വരുന്നതായിട്ടും അല്ലെങ്കിൽ അവരെ കാണാൻ കഴിയുന്നതായിട്ടൊക്കെ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. അങ്ങക്ക് അങ്ങനെ ആരെങ്കിലും സ്വപ്നത്തിലോ അല്ലെങ്കിൽ ധ്യാനത്തിലിരിക്കുന്ന സമയത്ത് കാണാൻ കഴിഞ്ഞിട്ടുണ്ടോ? എനിക്ക് എൻ്റെ ഗുരുക്കന്മാർ പറഞ്ഞു തന്ന ധ്യാന രീതി ആണ് ഞാൻ ഉപയോഗിക്കുന്നത്. അതിൽ എന്നോട് പറഞ്ഞിരിക്കുന്നത്, ധ്യാനിക്കുകയും ജപിക്കുകയും ചെയ്യുമ്പോൾ ഏത് വിഷയത്തെക്കുറിച്ച് ഓർത്തിട്ടാണോ, അതിനു വേണ്ടിയിട്ടാണോ നമ്മൾ ജപിക്കുന്നത്, ആ ഒരു വിഷയം മാത്രമേ നമ്മുടെ ഉള്ളിൽ ഉണ്ടാവാൻ പാടുള്ളൂ. ആ വിഷയവുമായി ബന്ധപ്പെടുന്ന കാര്യങ്ങൾ മാത്രമേ നമ്മുടെ ഉള്ളിൽ വരാൻ പാടുള്ളൂ. ധ്യാനമാണെങ്കിലും ധ്യാനിച്ചിരിക്കുന്ന സമയത്ത് ശൂന്യമാകണം ഹൃദയം. നമ്മുടെ ഉപബോധ മണ്ഡലങ്ങൾ എല്ലാം ശൂന്യമായിരിക്കണമെന്നാണ് എന്നെ പറഞ്ഞ് പഠിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ധ്യാനത്തിൻ്റെയും ജപത്തിൻ്റെയും ഇടയിൽ ഞാൻ പൂർവികളായ ഋഷിവര്യന്മാരെ, ഗുരുക്കന്മാരെ ഒക്കെ നമ്മൾ മുൻപ് കണ്ടിട്ടുള്ള ചിത്രങ്ങളിലൊക്കെ കാണുന്ന ആ ഒരു പ്രതീതിയിൽ മാത്രം അവരെ കാണാൻ മാത്രമേ എനിക്ക് സാധിച്ചിട്ടുള്ളൂ. അതല്ലാതെ പ്രേതങ്ങൾ എൻ്റെ അടുക്കൽ വന്ന് നിൽക്കുന്നു, പോകുന്നു, അത് എനിക്ക് കാണാൻ സാധിച്ചിട്ടില്ല. പക്ഷേ കണ്ട ഒരുപാട് ആളുകളുണ്ട് എന്ന് പറയുന്നുണ്ട്. അവരെ ഞാൻ വിമർശിക്കുന്നുമില്ല. അങ്ങനെ വരുന്ന ആത്മാക്കൾക്ക് നമുക്ക് മോക്ഷം നൽകി അവരെ പറഞ്ഞയച്ചൂടെ? എങ്ങനെ പറ്റും? കഴിയില്ലേ? ഒരിക്കലും സാധ്യമല്ല. ഒരു സന്യാസിക്ക് ഒരു അത്രത്തോളം ശക്തികളും അല്ലെങ്കിൽ അങ്ങനെ പ്രത്യേക സിദ്ധികളോ കാര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാകുമോ? മോക്ഷം കിട്ടണമെങ്കിൽ സന്യാസി വിചാരിച്ചാൽ നടക്കും. രാമായണത്തിൽ അതെ, നമ്മുടെ ഉപനിഷത്ത് പല കഥകളും നമ്മൾ കഥകൾ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. നാരദ പരിവ്രജകോപനിഷത്തിൽ തന്നെ അതിനുള്ള ശ്ലോകങ്ങളുണ്ട്. പക്ഷേ നീതിസാരത്തിൽ ഒരു ശ്ലോകമുണ്ട്,
അവശ്യമനുഭോക്തവ്യം കൃതം കർമ്മ ശുഭാശുഭം നാഭുക്തം തീയതേ കർമ്മകൽപ്പകോടി ശതൈരവി എന്ന്. അതിൻ്റെ അർത്ഥം പറഞ്ഞു തരാം. അതിനു മുമ്പൊരു കഥയുണ്ട്. 50 ജന്മങ്ങൾ ധൃതരാഷ്ട്ര ഒരു ശാപവും പേറി ജീവിക്കേണ്ട സ്ഥിതി വന്നു. തൻ്റെ പൂർവ്വജന്മത്തിൽ വേടനായിരുന്ന താൻ ചെയ്ത ഒരു 100 പക്ഷിക്കുഞ്ഞുങ്ങളെ കൊന്ന അപരാധത്താൽ ആ പക്ഷിയുടെ അച്ഛൻ പക്ഷി ശപിച്ച ശാപം അദ്ദേഹത്തിന് ഫലിച്ചത് 50 ജന്മങ്ങൾക്ക് ശേഷമാണ്. ഒരു കുട്ടി ജനിക്കണമെങ്കിൽ പുണ്യം ചെയ്യണം. അപ്പോൾ 100 കുട്ടികൾ ജനിക്കണമെങ്കിലോ ഒരുപാട് പുണ്യങ്ങൾ ചെയ്യണം. ഈ 100 കുട്ടികളെയും വളർത്തിയെടുക്കണമെങ്കിൽ രാജാവായി മാറണം, എന്നാലേ പറ്റുള്ളൂ. അപ്പോൾ രാജാവാകണമെങ്കിലും പുണ്യം ചെയ്യണം. അങ്ങനെ പുണ്യങ്ങൾ ചെയ്ത് സുഹൃതം നേടി അദ്ദേഹം വലിയ ഉന്നത തലത്തിൽ എത്തിക്കഴിഞ്ഞതിന് ശേഷമാണ് അദ്ദേഹത്തിന് ശാപം വലിച്ചത്. തൻ്റെ 100 മക്കളും തൻ്റെ കൺമുമ്പിൽ പിടഞ്ഞു മരിക്കും. അതിനുശേഷമേ തൻ്റെ ജീവിതത്തിൽ നിന്ന്, തൻ്റെ ശരീരത്തിൽ നിന്ന് പ്രാണൻ വേർപെടുമെന്ന ആ പക്ഷിയുടെ ശാപം ആ യുദ്ധഭൂമിയിൽ വെച്ചിട്ടാണ് നിറവേറിയത്. അപ്പം കർമ്മത്തിൻ്റെ ഫലം അതാരായാലും അനുഭവിക്കണം. അവശ്യമനുഭോക്തവ്യം കൃതം കർമ്മ ശുഭാശുഭം നാഭുക്തം തീയതേ. അതൊരിക്കലും മാറ്റാൻ കഴിയില്ല, കർമ്മഫലം മാറ്റാൻ. അപ്പോൾ പിന്നെ എങ്ങനെ മോക്ഷം നേടാൻ പറ്റും? കർമ്മഫലം തീരാതെ നമ്മൾ മോക്ഷം നേടാൻ സാധ്യമല്ല. അതുകൊണ്ടായിരിക്കും ഈ ആത്മാക്കൾ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നത്. അങ്ങനെയാവാം. പക്ഷേ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ആത്മാക്കൾ എനിക്ക് അതിലങ്ങനെ പൂർണ്ണമായ ഒരു വിശ്വാസം അതിലേക്ക് വരാൻ സാധിച്ചിട്ടില്ല. കാരണം അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ആത്മാക്കളെക്കുറിച്ചല്ല ഞാൻ പഠിക്കുന്നത് മോക്ഷത്തിന് വേണ്ടി പ്രയത്നിക്കുന്ന ആത്മാക്കളെക്കുറിച്ചാണ്. ജീവനുള്ള മനുഷ്യന് എന്ത് നമുക്ക് ചെയ്തു കൊടുക്കാൻ സാധിക്കും, അത് ആദ്യം ചെയ്തു കൊടുക്കുക. അതിനുശേഷം അവൻ മരിച്ചു കഴിഞ്ഞാൽ അവൻ ചെയ്ത കർമ്മത്തിൻ്റെ ഫലമായിട്ട് അവന് ഒന്നുകിൽ സ്വർഗം, അല്ലെങ്കിൽ നരകം, ഇതൊന്നുമല്ലെങ്കിൽ ഭഗവത് പാദം. ഈ 3 എണ്ണമാണ് നിലവിലുള്ളത്. കാരണം സ്വർഗത്തിൽ പോയാലും നരകത്തിൽ പോയാലും നിശ്ചിത കാലത്തെ ശിക്ഷാവിധിക്ക് ശേഷം, അല്ലെങ്കിൽ നിശ്ചിത കാലത്തെ സ്വർഗീയ സുഖത്തിന് ശേഷം അവൻ വീണ്ടും ജനിക്കേണ്ടി വരും. പക്ഷെ ഭഗവത് പാദത്തിലേക്ക് പോകുന്നവന് പിന്നീട് തിരിച്ചു വരേണ്ട ആവശ്യമില്ല. അതിനുവേണ്ടി നമ്മൾ എല്ലാം ത്യജിച്ച് തൻ്റെ പ്രവൃത്തികളിൽ പശ്ചാത്തപിച്ച് ഇനിയൊരു പ്രവൃത്തി ചെയ്യില്ല എന്നുറച്ച് ചെയ്തെടുക്കുന്ന കർമ്മങ്ങളിലാണ്, ഫലേച്ഛ കൂടാതെ ചെയ്യുന്ന കർമ്മങ്ങളിലൂടെയാണ് നമ്മുടെ ആത്മാവിനെ നമ്മൾ ഇനി അലിഞ്ഞ് അടുത്തൊരു ജന്മത്തിലേക്ക്, അടുത്തൊരു വയറ്റിലേക്ക് പോകാതെ, ഉദരത്തിൽ ജനിക്കാതെ നേടിയെടുക്കുന്ന ഒരു ജന്മമായിട്ട് നമ്മൾ കാണേണ്ടത്. അതാണ് യഥാർത്ഥമായ മനുഷ്യജീവിതം. അത് തന്നെയാണ് മോക്ഷം, അവിടെയാണുള്ളത്. അല്ലാതെ മോക്ഷം കൊടുക്കാൻ ഒരു സന്യാസിക്കും കഴിയില്ല. കാരണം ബ്രഹ്മാവിന് പോലും സാധ്യമല്ല.